ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് പരാതി. കൊച്ചിയിൽ താമസിക്കുന്ന യുവതിയാണ് പരാതിക്കാരി. ജെവൻ റുട്ടുകൊണ്ട് കൊച്ചിയിൽ നിന്ന്. ജെവൻ, വിവരങ്ങൾ. ഇന്ന് രാവിലെയാണ് പാലാരിവട്ടം പോലീസിന് മുന്നിൽ ഇങ്ങനെ ഒരു പരാതി എത്തിയത്. കൊച്ചിയിൽ താമസിക്കുന്ന യുവതി ഷിയാസ് കരീമുമായി സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. 2023 പരിചയം തുടങ്ങിയത്. 2024 മുതൽ പലതവണയായി ഷിയാസ് കരീം കൊച്ചിയിലും കോഴിക്കോടും ഉള്ള ഹോട്ടലുകളിൽ വെച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും ചൂഷണം ചെയ്തുവെന്നും അതിനൊപ്പം തന്നെ ഒപ്പം നിർത്തിക്കോളാം, ജീവിതാവസാനം വരെ കൂടെ നിർത്താമെന്ന് വാഗ്ദാനം നൽകി പലതവണയായി പണം തട്ടി എന്നുമാണ് യുവതിയുടെ ബെസ്റ്റ് നല്ല കാര്യം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഇക്കാനെ പറ്റിയിട്ടാണ്. അതായത് ഇക്കാന്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇക്കാനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ യുവതി കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. യുവതിക്ക് പോലും അറിയുന്ന കാര്യം തന്നെയാണ് ഇക്കാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇക്ക ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയൊരു കേസിലും കാര്യങ്ങളൊക്കെ പെട്ട് അവിടെ നിന്ന് ഒരുപാട് പൈസ തട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയും പോയിട്ട് ഇയാളുടെ വലയിൽ ചാടിക്കൊടുക്കുക. അത് മാത്രവുമല്ല, ഇയാളൊക്കെ ഒരു വലിയ സംഭവമാണെന്ന് കൊണ്ട് നടക്കുന്ന ഇവിടെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ബിഗ് ബോസ് താരം തന്നെ ഇതിനിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ഇതിൻ്റെയൊക്കെ വിഷയത്തിൽ ഇയാളെ അങ്ങ് പൊക്കി അടിച്ചുകൊണ്ട് ഇയാളെന്തോ ഒരു വലിയ സംഭവമാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു മക്കളെ, ഇയാളൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, വീട്ടിൽ കയറ്റാൻ പാടില്ല, ഒന്നിച്ച് നടക്കാൻ പാടില്ല, ഒന്നിച്ച് വണ്ടി കയറാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചൊറഞ്ഞു പിടിച്ചിട്ട് പറയുക അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വരെ പറയും. അതാണ് ഇവൻ്റെ സ്വഭാവം. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, പണ്ട് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഈ സംഭവം നടക്കുമ്പോഴേ ഒരുപാട് നാൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വേറൊരു ആളുമായിട്ട് ഭയങ്കരമായിട്ട് റീലിടലും പരിപാടിയൊക്കെ ഇവനുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മനസ്സിലായി ഇത് ഇവന്റെ സ്ഥിരം ശൈലിയാണെന്ന് പറഞ്ഞാൽ അവരങ്ങനെ തന്ത്രപൂർവ്വം തന്നെ ഇവനെ എടുത്ത് വെളിയിലൂടെ ചെയ്തത്. അതായത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പോയിട്ട് വെറും ഭയനോട്ടക്കാരൻ മാത്രമാണ്, അല്ലാതെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ വലിയ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉദ്ഘാടനം ചെയ്ത് നടക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഇവനുമായിട്ട് നിങ്ങളുടെ സഹവാസം, അത് പെണ്ണുങ്ങളോടാണ് പറയുന്നത്, ഇവനുമായിട്ടുള്ള നിങ്ങളുടെ സഹവാസം, ഇവൻ എൻ്റെ സഹോദരിയാണ്, അല്ല ഇവൻ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയെ പോലെയാണ് അവൾ എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാലും എൻ്റെ പൊന്നു മക്കളെ, ഇവൻ നിങ്ങളെ വളക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പോഴേ നിങ്ങളെയും നാളെ വാർത്തയിലേക്ക് കൊണ്ടുവന്നേക്കാം. വളരെ സൂക്ഷിക്കണം അവിടുന്ന്. അപ്പോൾ നമ്മളെ ഇക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിലൂടെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാസർഗോഡ് ഒരു വലിയ പ്രശ്നമുണ്ടാകുന്നു. അവിടെ ഒരു വിവാഹമോചനം കഴിഞ്ഞ ഒരു സ്ത്രീയുമായിട്ടൊരു കേസ് ഉണ്ടാകുന്നു. പിന്നീട് ആ കേസ് എന്തായി എന്നറിയില്ല. അതോടുകൂടിയിട്ട് അയാളുടെ ആദ്യ വിവാഹം മുടങ്ങുന്നു. ആ പെണ്ണ് രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ആ പെണ്ണ് അന്ന് നീ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാഗ്യക്കേടാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ആ പെൺകുട്ടി രക്ഷപ്പെട്ടില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പേരിൽ വന്ന വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ കുറെ ഗുണ്ടകളെ, അതായത് അവിടെ ഇവിടെയൊക്കെയുള്ള ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, ഏതോ ഒരാൾ ഇദ്ദേഹത്തിന്റെ ഉമ്മാനെ പറ്റി ഉമ്മയെ ഇവൻ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷെ ഉമ്മ പറഞ്ഞു എന്നെ പുറത്തൊന്നും ആക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ രക്ഷിക്കാനൊന്നും അറിയില്ല. പിന്നെ അങ്ങനെ ഒരു ആരോപണം വന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പോഴൊരു കൊച്ചു ഉണ്ടായി എന്ന് ആഘോഷിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇതൊരു ആരോപണം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് വെറുതെ പോയിട്ട് ഒരാൾക്കൊന്നും അങ്ങനെ കേസ് കൊടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇവൻ ചിലപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഇവനെ കേസൊന്നും ഒഴിവാക്കും, അതൊക്കെ കാര്യം തന്നെയാണ്. പക്ഷെ ഒരാൾ വെറുതെ പോയിട്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ കഴിയോടോ? അത് നിങ്ങളൊന്ന് പറ, അത് നിങ്ങൾ പറഞ്ഞിട്ട് മതി. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവൻ്റെ ഇപ്പോഴത്തെ കെട്ടിയോളായി കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നാണക്കേട് തന്നെയാണ്. പ്രസവിച്ച് കിടക്കുന്ന ആ പെണ്ണിനെങ്കിലും ഓർത്തോടെ ഒന്നിവന്. ഇവനാണ് എന്നിട്ട് വലിയ വായിൽ വന്നിട്ട് ബീഫിനെ പറ്റിയും അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തെ പറ്റിയും ഇവനൊക്കെ എന്ത് യോഗ്യതയാണ് പറയാനുള്ളത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ ഇവനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ബിഗ് ബോസ് താരം, ബിഗ് ബോസ് വിജയിയോടും കൂടി എനിക്ക് പറയാനുള്ളത്? അതായത് നിങ്ങൾ നാറും എന്നല്ലാതെ നിങ്ങൾക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഏട്ടനാണ് അനിയനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൻ്റെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുടുംബത്തിൽ കയറ്റാൻ കഴിയുന്ന ആൾക്കാരെ മാത്രം നമ്മൾ കയറ്റാതോ. വല്ല സൗന്ദര്യമുണ്ട്, നല്ല നീളമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുടുംബത്തിൽ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ നാറും ചിലപ്പോഴേ. അതാണ് പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും എന്തിനാണ് ഇവനെ കാണുമ്പോൾ പൈസ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇവരെ പോലെയുള്ള ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് പൈസ തരണം, ജീവിതാവസാനം വരെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കാര്യം ആലോചിച്ചു. ആ ചങ്ങായി കല്യാണം കഴിച്ചാണ്, അതിനൊരു ഭാര്യയുണ്ട്, ഇപ്പോൾ ഒരു കൊച്ചുമായി, എന്നിട്ട് ഇതൊക്കെ മറച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കാണുന്നില്ലേ അപ്പം ഭാര്യനെയും കുട്ടി നടക്കുന്നത്?
അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ പൈസ വാങ്ങിച്ച് തിന്നിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഇവനൊന്നും മേലണങ്ങിയിട്ട് ഒരു പണിയെടുക്കത്തില്ല. പക്ഷെ നടത്തം വലിയ വലിയ വണ്ടിയിലാണ്, താമസം വലിയ വലിയ സൂട്ട് റൂമിലാണ്, വലിയ വലിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹോട്ടലിൽ കയറുന്നു. ഹോട്ടലിൽ കയറുമ്പോൾ ഒരുപാട് സ്ത്രീകൾ വേറെയും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബില്ലും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പിന്നെ ദുബായിലേക്ക് പറക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവന് പൈസ വേണം. പൈസക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന പരിപാടി ഇതാണ്. ആരെങ്കിലും അങ്ങ് പ്രലോഭിപ്പിക്കുക. ഇനി പ്രലോഭനത്തിന് വീഴാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്യൂ അല്ലേ ആൾക്കാർ, ഓരോ ആൾക്കാർ എന്നെ വെപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുമല്ലേ. കുറച്ചൊക്കെ ഉളുപ്പുണ്ടോ അവിടെ ഇവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതല്ലേ. പിന്നെ ഇവൻ പറയുമ്പോഴേക്ക് പോയിട്ട് പൈസ എടുത്ത് കൊടുക്കാനും ഇവന്റെ കൂടെ പോയിട്ട് റൂം പോകാനൊക്കെ വളരെ മോശം തന്നെയാണ്. വളരെ കഷ്ടമായിരുന്നു. ശരിക്കും പെണ്ണുങ്ങളെ ബല കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുറെ ആൾക്കാർ വേറെ. അതായത് ഇവന്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ അറിയില്ലേ, കോഴി അറിയില്ല എല്ലാവർക്കും. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ അറിഞ്ഞുകൊണ്ട്, നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ്റെ ചതി കൂടണോ? ഇപ്പൊ ഈ ചങ്ങാതിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെങ്കിലും പരിക്ക് വിളിച്ചിട്ട് ഒരു ദിവസം ഒരു ഊണ് തരാം എന്ന് പറയോ? കാരണം എന്താ, അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ പെട്ടവനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് ആൾക്കാരൊക്കെ നമ്മൾ മാറ്റി നിർത്തും. പിന്നെ മാറ്റി നിർത്താതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോർക്കും ബീഫും പോത്തിറച്ചിയൊക്കെ കൊടുക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. അവരോടൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. ഇപ്പൊ 2-3 ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ എന്തൊക്കെയായിരുന്നു. വണ്ടിയിൽ ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് ഇറങ്ങുന്നു, ഒരുമിച്ച് നടക്കുന്നു. എന്റെ വങ്ങളൂട്ടിയാന്ന് എന്റെ പൊന്ന് സഹോദരിമാരെ, ഇവനോട് കൊണ്ടൊന്നും നിങ്ങൾ ശരീരം വരെ തൊടിയിക്കരുത്. ഉള്ള കാര്യം പറയാ. അതായത് പെങ്ങളുകൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പണ്ട് ഇന്നസെന്റ് ഒരു സിനിമയിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ ആയിപ്പോവും ചിലപ്പോഴേ. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഇവൻ പിന്നെ ഒരു സഹോദരനെ പോലെയാണ്, അല്ലെങ്കിൽ ഇവന് നമ്മളൊരു സഹോദരിയാണ് എന്നൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് വാർത്തയിൽ വന്ന കാര്യമാണ്, അല്ല നമ്മൾ ഉണ്ടാക്കിയൊന്നല്ല. ഇതിപ്പോ ഏഷ്യാനെറ്റിൽ വന്നൊരു വാർത്തയാണ്. അതുപോലെ തന്നെ മനോരമയിൽ വന്നിട്ടുണ്ട് ഈ വാർത്ത. അപ്പൊ ഇതെങ്ങനെയാ വന്നത് വാർത്ത? ഒന്നും അറിയാതെ അവർ കൊണ്ടുപോയിട്ട് വാർത്ത കൊടുക്കുക, അല്ല ഒന്നും അറിയാതെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും ചതിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക? ഒന്നും കൊടുക്കത്തില്ലല്ലോ. പക്ഷെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ പോയിട്ട് ചാടുന്നവരോട് പുച്ഛ മാത്രമേ ഉള്ളൂ. എന്തിനാ ഇവന്റെ എല്ലാം കാര്യത്തിൽ പോയിട്ട് ഇങ്ങനെ ചാടുന്നത്? ഇവനൊക്കെ അത്രയും വലിയ തട്ടിപ്പുകാരനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബന്ധങ്ങൾ, മറ്റേ ബന്ധങ്ങൾ, ഭാഗ്യം കൊണ്ട് ഇവൻ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നതാണ്. ഇനി പകിൽമാരാറ് വരും ഇപ്പോഴും ഇവന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. ഇനി എന്തെല്ലാം അയാൾ പറയുന്നതെന്ന് ദൈവത്തിനറിയാം. മനസ്സിലായി? ലാസ്റ്റ് അയാളുമായിട്ട് കൊമ്പ് ഓർത്തിയാൻ നടന്ന്. ഇനിയിപ്പോൾ അയാളുടെ മുന്നിൽ നാണം കെട്ട് അവശനായില്ലടോ വെറുതെ ഇങ്ങനെ ആവശ്യമായിട്ട് പോയിട്ട് ചൊറിഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീഫ് വിവാദം എന്തൊക്കെയായിരുന്നു. ഇതിനൊക്കെ ഞാൻ പറയും ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയട്ടാ. ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ബീഫ് വിവാദം ഉണ്ടാക്കും, പോർക്ക് വിവാദം ഉണ്ടാക്കും, ഇതൊക്കെ ഉണ്ടാക്കും. എന്തിനാ അറിയാം? സമുദായം നിന്നൊക്കെ നല്ല സപ്പോർട്ടങ്ങ് കിട്ടിക്കോട്ടെ. ചിലപ്പോൾ കേസ് വന്നു കഴിഞ്ഞാലും സമുദായം പറയല്ലോ ഇതിപ്പോഴെന്ന് പറഞ്ഞ ആൾക്കാരെന്നാ പറയാ ഇത് BJP-ക്കാരെ ചൊറിഞ്ഞുകൊണ്ട് അവർ കൊടുത്തിയാന്ന് പറയും. അതാ പറയാ. അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് വരുന്ന ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇയാൾ മുൻകൂറായിട്ട് എറിഞ്ഞതാണോ എന്നാണ് എനിക്കൊരു സംശയം. അതാ എങ്ങനെ അറിയാം? കേസ് വരും. ആ കേസ് വരുമ്പോഴേ ഇനി പറഞ്ഞു ഒഴിയാൻ വേണ്ടിയിട്ട് BJP-ക്കാരനെ കുടിക്കതാണ്, അല്ലെങ്കിൽ അഗന്മാരറിയാൻ ചൊറിഞ്ഞുകൊണ്ട് അയാൾ കുടിക്കതാണ്, അല്ലെങ്കിൽ മറ്റവൻ കുടിക്കതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാകാലോ. അതിനു വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എല്ലാവരോടും പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ ഇവന്മാരെ ഒന്നും വിശ്വസിക്കരുത്. അതായത് ഇവരെയൊക്കെ കൂടെ നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കുടുംബത്തിന് വരെ നാണക്കേടുണ്ടായി പോകും. ബിഗ് ബോസുകാരോടാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസിലുള്ള കുറേ ആൾക്കാർ എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് നമ്മളെ വിന്നറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഒന്നിച്ച് കൂടെ പോകുന്നു, ഒന്നിച്ച് ഉദ്ഘാടിക്കുന്നു. എന്ത് തേങ്ങാക്കൊല്ലിയാന്ന് ഇവനുള്ളത്? ഒറ്റയ്ക്ക് ഉദ്ഘാടനത്തിന് പോയാൽ പോരെ? ഇവനെ പോലെ തൂറിയോനെ ചുമന്നു കഴിഞ്ഞാൽ എൻ്റെ ബിഗ് ബോസ് മേഡമേ നിങ്ങളും കൂടി നാറുന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുറച്ചൊക്കെ നല്ലവനെ കൊണ്ട് നടക്കേ, നല്ലവന്റെ കൂടെ പോ. അല്ലാതെ ഇമാതിരി തോന്നിയവാസികളായ ഇവനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെയൊന്നും ഒരിക്കലും പോകാൻ പാടില്ല. നാണം കെട്ടി ജീവിക്കേണ്ടി വരും നമ്മൾ ജീവിതത്തിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. ആരും പോകരുത്. നന്ദി, നമസ്കാരം.